നിനക്കെങ്ങാണ്ടുന്നൊരാലോചന വന്നെന്ന് പറഞ്ഞാറേ, എന്തായി? താഴെ ചെരുവിലെ കുഞ്ഞപ്പിയാവെന്ന് പറഞ്ഞ് അവൻ പിന്നൊന്നും പറഞ്ഞു കേട്ടില്ല. എനിക്കൊന്നും അറിയാൻ വയ്യ വല്യപ്പച്ച. മറ്റാർക്കേലും കൂടെ അങ്ങനെ വിചാരം ഉണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ. വിചാരം ഇല്ലയോ? അതെന്തവാ പെണ്ണെ നീ അങ്ങനെ പറയുന്നേ? പെണ്ണേ, എന്തോ പോ, നിന്ന് കരയാതെ പോ. തന്നെത്താ മറന്ന് വീടിനെ സഹായിക്കാൻ നോക്കിയ അനുഭവം എനിക്ക് കിട്ടി. അപ്പച്ചനൊന്നു മാത്രം മതി, മാസം തോറുള്ള ശമ്പളം. ഞാൻ എങ്ങനെ ജീവിച്ചാലും ഒന്നുമില്ല. ചുനക്കരക്കാരാണ്ട് വന്നായിരുന്നു ആലോചനയും കൊണ്ട്. അവരെയും ചീത്ത പറഞ്ഞ് തിരിച്ചയച്ചു. എന്താ? ഇപ്പൊ എല്ലാരും ഉണ്ട് എനിക്ക്. വയ്യാതെ വരുന്ന കാലത്ത് ആരും കാണത്തില്ല. പ്രയോജനം ഇല്ലാതെ വന്ന എല്ലാവർക്കും ഞാൻ ഭാരമാവത്തില്ലയോ? ഇച്ചരാനെന്ന വെള്ളത്തിന് ഞാൻ കിടക്കേണ്ടി വരും. കരയാതെ പോ, വഴിയുണ്ടാക്കാവുന്ന. ഞാൻ വന്നേച്ചേ വല്യപ്പച്ചൻ പോവാവുള്ളൂ. നീ പോയേച്ചുവാ. എടീ കുഞ്ഞുമറിയേ, ദേ അപ്പനീ വന്നു. വന്നാട്ടെ. ഹോ, വല്ലാത്ത പുഴുക്കലാന്നേ. ആന്നു, മഴയൊന്ന് പെയ്തപ്പോഴങ്ങ് കൂടിയേ. ദേണ്ടേ, ചന്തയിലൊന്നും പോയില്ലയോടാ? തോർത്ത് എല്ലാം മോശമാപ്പച്ച. കുറച്ച് മുളകുള്ളത് കോട്ടയത്തുനിന്നും മാങ്ങാനത്തുനിന്നും ഉള്ള 2 പേരും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കൈ വല്ലതും വേണ്ടായോ? എന്തുവാ പറയണ്ടേ? കട അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് പൂവിറ്റെടുത്ത് ഇപ്പം പുല്ല് വിൽക്കുന്നു. മുമ്പത്തെ പോലൊന്നും അല്ലപ്പാ. കയ്യേ വല്ലതും ഇല്ലാതെ കച്ചവടമൊന്നും നടക്കത്തില്ല. എടാ, നിന്നോട് ഒരു കൂട്ടം പറയാനുണ്ട്. പലപ്പോഴും കാണുമ്പോൾ മാറ്റി മാറ്റി വെച്ചതാ. എന്തോ അപ്പാ? നടുവത്തെ പെണ്ണിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന എങ്ങനാ? ഞാനെന്തോ വേണമെന്നാ? കഴുത്തെ ഒരു ചരട് വെച്ച് അയക്കണ്ടായോ? വേണം. അതിനെങ്ങനാ? അപ്പൻ്റെ കൈ വല്ലതും ഉണ്ടേ തന്നാട്ടെ. അത് ശരി.
എൻ്റെ കയ്യിലുള്ള കാലത്ത് തന്നിട്ടുണ്ട്. ദാ ഉം. പിന്നെ ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അല്ലയോ അപ്പൻ്റെ വർത്തമാനം. വേഷം വാങ്ങിച്ച് തിന്നാൻ പോലും എൻ്റെ കയ്യിലില്ല 4 കാശ്. അവക്ക് ശമ്പളം കിട്ടിയാൽ 10 50 കൊണ്ട് തരും. അതെന്തോയിനുണ്ട്? കെട്ടിക്കണ കാര്യം പോട്ടെ, പിന്നൊന്ന് വയറ്റ് കണ്ണിയാണെന്ന് പറയുന്നു. വിളിച്ചോണ്ട് വരുന്ന പതിവില്ലയോ? അതിന് പോകണ്ടായോ? കാശുണ്ടേ പോവാം, ഇല്ലേ അവിടെ നിന്ന് വെറും. അല്ല പിന്നെ അയ്യടാ, പറയുന്ന കേട്ടില്ലയോ? നല്ല മാനമായിരിക്കും. പട്ടിണി കിടന്നാലേ വയറേ അറിയത്തുള്ളൂ. വല്ല വീട്ടിലും കഴിയണ്ടേ ആ പെണ്ണ്. ആ എന്നാ ചെല്ലേ, ചെന്ന് നിന്റെ അമ്മയുടെ ഒന്ന് രൂപ ഉണ്ടാക്കി വിളിച്ചോണ്ട് പോവാ. എന്റെ അമ്മയുടെ അങ്ങുള്ളത് കഴിക്കാനേ അവിടെ ആണുങ്ങളുണ്ട്. അപ്പച്ചനും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ പെറ്റണീച്ച് വന്നപ്പോഴേ ഒരു വള്ളം നിറച്ച സാധനങ്ങൾ കൊണ്ടുവന്നേ അല്ലയോ? എന്നാലേ അന്ന് കൊണ്ടുപോയെന്ന് കുറെ എടുത്തോണ്ട് പോയി പെണ്ണെ പേരെ വിളിച്ചിട്ട് പാടി. ഓ, ഈ വർത്താനം കേൾക്കുമ്പോഴാ എനിക്കെന്നെ തറുവാങ്കം മറിക്കുന്നേ. ഞാൻ കൊണ്ടുവന്നതൊക്കെ എല്ലാരും കൂടെ വിറ്റും പെറുക്കിയും പണയം വെച്ചും തിന്നു. നിർത്തിന്. ഇതിപ്പോ പഴക്കം പറഞ്ഞ കൂട്ടായല്ലോ. കാളെ കെട്ടാൻ കുറ്റി ചോദിച്ചപ്പോ കയറിന്റെ പേര് തർക്കമായെന്ന്. പിന്നെ അവൾ അമ്മയുടെ കൊന്ന് കൊണ്ടുവന്ന ഞാനങ്ങ് പഴച്ചു മുടിച്ചില്ലയോ? നിർത്തിന്. കുഞ്ഞുമറിയേ, നീ അകത്തു പോ. പോവാൻ. എന്തിനാടാ അയലത്തുകാരെ കൊണ്ട് പറയിക്കാനെ കൊണ്ട് ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നേ? ഞാൻ പിന്നെ എന്തോ വേണമെന്ന് ഈ പറയുന്നേ? വിഷം നിന്നോ കെട്ടിച്ചാടിയോ ചാവണോ? പറ. ആവുന്ന കാലത്ത് ചുമലെടുത്തും കാളയുടെ കയറിന് പിടിച്ചും അപ്പൻ്റെ കൂടെ നടന്നു. പിന്നെ അനിയന്മാരെ വളർത്തി തടിക്കൊപ്പിച്ചു. ഇപ്പോഴാണ്ട് ഒരുത്തൻ കോടീശ്വരപ്രഭുവായി വാഴുന്നു. നമുക്കില്ല ഉരി അരിയിട്ട് തിളപ്പിച്ച് കുടിക്കാനുള്ള വക. വസ്തുവിൻ്റെ പേരിൽ നായന്മാരുമായിട്ട് അടിയും കുത്തും ഉണ്ടാക്കി വലത് കയ്യിലെ തള്ളവരൽ പോയി. ചൊവ്വേ നേരെ ഒരു മാങ്ങ എറിഞ്ഞിട്ട് തിന്നാൻ വയ്യ. പിന്നെ പറയുന്നതാണോ കുറ്റം? അനന്നത് വല്ലോണ്ടേ താവണ്ണേ? ചോറ് വിളമ്പിക്കൊണ്ട് വരുന്ന അപ്പച്ച. ആ, ആ മതി മതി. വടക്കംപുളി ഇട്ട് വെച്ച ചേമ്പും കറി അപ്പച്ച. അപ്പച്ചന് വലിയ ഇഷ്ടമല്ലയോ? ദേ അവന് വല്ലതും കൊടുത്തൂടി. അപ്പച്ചനുണ്ട്, പിന്നെ കഴിക്കത്തുള്ളൂ. നിന്റെ മോൻ പള്ളിക്കൂടത്തിൽ നിന്ന് വന്നില്ലയോ? വന്നേച്ചും പോയി.
അപ്പച്ചൻ എന്താ ചോറുണ്ണാഞ്ഞേ? മതി. കൂട്ടാൻ ഇഷ്ടപ്പെടാഞ്ഞാന്നോ? നീ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലേ, പിന്നെ ഏതാ ഇഷ്ടപ്പെടുന്നേ? ഇപ്പ വയ്യ പെണ്ണെ, ഇച്ചിരി കഴിക്കുമ്പോഴേ അങ്ങ് നിറയും. ഇപ്പോ നിറഞ്ഞു. വാ അപ്പച്ച, കൈ കഴുകണ്ടേ? ഇരി, ഇരുന്നോ. പെണ്ണെ, എന്തോ? നീ വല്ലതും കഴിച്ചോ? കിടന്നുറങ്ങരുത്. വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. മനസ്സിലെ കർത്താവിനെ തള്ളി ചിന്തിക്കരുത്. ഇയ്യോബിന്റെ കഥ അറിയത്തില്ലയോ നിനക്ക്? അറിയാത്ത പാപങ്ങൾക്കാ നമ്മള് അല്ലേ, നമ്മൾ അറിയാതായിരിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. അവൻ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു. തിരകൾ ഉയരുമ്പോൾ അവയെ അമർത്തുന്നു. അവൻ റാഹാബിനെ ശവശരീരമെന്ന പോൽ തകർത്തു. അവന്റെ ബലമുള്ള ഭുജം കൊണ്ട് ശത്രുക്കളെ ചിതറിച്ചു. കർത്താവേ, അപ്പച്ചൻ ഇറങ്ങുവാന്നോ? ആ, ഞാനങ്ങ് പോട്ടെ പെണ്ണെ. പോയി കട്ടിലേലൊന്ന് കിടക്കണം. കാലിനൊക്കെ അങ്ങ് വലിച്ചില്ല. ഇവിടെ കട്ടിലും പായൊന്നും ഇല്ലയോ അവന് കിടക്കാൻ? എടാ, വയസ്സായ ഒരു വടിയാ വേണ്ടതൊപ്പം. അല്ലാതെ തന്നോളമായ മക്കളല്ല. അവർ തരുന്ന പായും തലാണിയല്ല. അത് നീ അറിയണം.
ഞാൻ പിന്നെ എന്തോ വേണമെന്ന് ഈ പറയുന്നേ? വിഷം തിന്നോ കണ്ടിച്ചാടിയോ ചാവണോ? പറ. ആവുന്ന കാലത്ത് ചുമലെടുത്തും കാളയുടെ കയറിന് പിടിച്ചും അപ്പൻ്റെ കൂടെ നടന്നു. പിന്നെ അനിയന്മാരെ വളർത്തി തടിക്കൊപ്പിച്ചു. ഇപ്പോഴാണ്ട് ഒരുത്തൻ കോടീശ്വരപ്രഭുവായി വാഴുന്നു. നമുക്കില്ല പുലി അരിയിട്ട് തിളപ്പിച്ച് കുടിക്കാനുള്ള വക. വസ്തുവിൻ്റെ പേരിൽ നായന്മാരുമായിട്ട് അടിയും കുത്തും ഉണ്ടാക്കി വലത് കയ്യിലെ തള്ളവരൽ പോയി. കുഞ്ഞനാപ്പിളേ,